പ്രഗ്നൻസിയുടെ ഡേറ്റിംഗ് ചെയ്യുമ്പോൾ നമ്മൾ വിചാരിക്കും എംബ്രിയോ ഇംപ്ലാന്റ് ആകുന്ന ഡേറ്റ് ഡേ 0 ആണെന്ന്. അവിടെ തൊട്ട് കാൽക്കുലേഷൻ സ്റ്റാർട്ട് ആകും. പക്ഷേ ആക്ച്വലി ഡേറ്റിംഗ് പീരീഡ്സിന്റെ ഡേറ്റ് വെച്ചാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് നിങ്ങളുടെ എംബ്രിയോ ഏത് ദിവസം ഇംപ്ലാന്റ് ആയാൽ പോലും നിങ്ങളുടെ പ്രഗ്നൻസി കാൽക്കുലേഷൻ ലാസ്റ്റ് മെൻസ്ട്രൽ പീരീഡിന്റെ ഫസ്റ്റ് ഡേ തൊട്ടാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതിനെ മെൻസ്ട്രൽ ഡേറ്റിംഗ് എന്നാണ് പറയുന്നത്. ഒരു എക്സാമ്പിളിലൂടെ പറഞ്ഞു തരാം. നിങ്ങളുടെ IVF ചെയ്ത് കഴിഞ്ഞ് β-HCG ടെസ്റ്റ് 1-ാം തീയതിയാണ് ചെയ്തതെങ്കിൽ മെൻസ്ട്രൽ ഡേറ്റിംഗ് വെച്ച് പ്രഗ്നൻസി 4 വീക്സ് ആയിട്ടാണ് കണക്കാക്കപ്പെടുന്നത്, അല്ലാതെ 2 വീക്സ് ആയിട്ടല്ല. ഇത് മനസ്സിലാക്കേണ്ടത് നിങ്ങൾക്ക് ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഈ ഒരു കാര്യത്തിൽ ഒരുപാട് പേർക്ക് ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ട്. β-HCG പോസിറ്റീവ് വരുന്ന ദിവസം സോനോഗ്രഫി സാധാരണയായിട്ട് ചെയ്യാറില്ല. ചില സെലക്റ്റഡ് കേസസിലാണ് അതേ ദിവസം തന്നെ സോനോഗ്രഫി ചെയ്യുന്നത്. കൂടുതലും കേസസിൽ β-HCG വാല്യൂ 500-ൽ കൂടുതലാണെങ്കിൽ സോനോഗ്രഫിയുടെ ഷെഡ്യൂൾ 2 ആഴ്ചയ്ക്ക് ശേഷമാണ് ചെയ്തു നോക്കുന്നത്. അതിന്റെ കാരണം എന്താണെന്ന് പറഞ്ഞാൽ, ഒരു പക്ഷേ നമ്മൾ ക്രോണോളജി നോക്കുമ്പോൾ സോനോഗ്രഫിയിൽ പ്രഗ്നൻസിയുടെ ഫീച്ചേഴ്സ് എങ്ങനെയാണ് വരുന്നതെന്ന് നമുക്ക് ആ സമയത്ത് മനസ്സിലാക്കാൻ പറ്റും. സോനോഗ്രഫിയിൽ കാണുന്ന ആദ്യത്തെ ചേഞ്ച് ആണ് ജസ്റ്റേഷണൽ സാക്ക്. അതായത് ഭ്രൂണത്തിന് ചുറ്റിനുമുള്ള ദ്രാവകത്തിന്റെ വലിയൊരു അറയാണ് ഗർഭാശയ സഞ്ചി, അതായത് ജസ്റ്റേഷണൽ സാക്ക്. ജസ്റ്റേഷണൽ സാക്ക് ഏകദേശം 4 വീക്സ് ഒക്കെ ആകുമ്പോൾ കാണപ്പെടും. ആദ്യത്തെ സ്കാനിങ്ങിൽ ഇത് 2 to 3 മില്ലിമീറ്ററിന്റെ ആയിരിക്കും. ആദ്യമൊക്കെ ഇത് റൗണ്ട് ഷേപ്പിന്റെ ആയിരിക്കും. പെതുക്കെ പ്രഗ്നൻസി പ്രോഗ്രസീവ് ആകും തോറും ഇത് ഓവൽ ഷേപ്പിന്റെ ആകും. രണ്ടാമത്തെ സ്ട്രക്ചർ സോണോഗ്രഫിയിൽ കാണപ്പെടുന്നത് യോഗ് സാക്ക് ആണ്. യോഗ് സാക്ക് ജസ്റ്റേഷണൽ സാക്കിന്റെ അകത്ത് ഒരു സർക്കുലർ റൗണ്ട് ഷേപ്പിലാണ് കാണപ്പെടുന്നത്. നോർമലി യോഗ് സാക്ക് 5 തൊട്ട് 5.5 വീക്സിലൊക്കെയാണ് കാണപ്പെടുന്നത്. ജസ്റ്റേഷണൽ സാക്കിന്റെ ഡയമീറ്റർ 5 തൊട്ട് 6 മില്ലിമീറ്ററിന്റെ ഒക്കെ ആകുമ്പോൾ നമുക്ക് യോഗ് സാക്ക് കാണപ്പെടാൻ സ്റ്റാർട്ട് ആകും. ജസ്റ്റേഷണൽ സാക്ക് 8 മില്ലിമീറ്ററിന്റെ ഒക്കെ ആകുമ്പോൾ യോഗ് സാക്ക് എന്തായാലും കാണപ്പെടണം. അതാണ് റൂൾ. ചിലപ്പോഴൊക്കെ യോഗ് സാക്ക് ഒരുപാട് വലുതാണെങ്കിൽ അല്ലെങ്കിൽ അതിൽ കാൽഷ്യം ഡെപ്പോസിറ്റ്സ് കാണപ്പെടുന്നുണ്ടെങ്കിലോ ഇതൊരു നെഗറ്റീവ് പ്രോഗ്നോസ്റ്റിക് മാർക്കർ ആയിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ഇതിൽ പ്രഗ്നൻസിയുടെ ചാൻസസ് ഒരുപാട് പ്രോബ്ലം ആണ്. സോനോഗ്രഫിയിലുള്ള നെക്സ്റ്റ് ചേഞ്ച് ആണ് എംബ്രിയോ. എംബ്രിയോ ഇതുവരെ മൈക്രോസ്കോപ്പിക് ആയിരുന്നു, കാണത്തില്ലായിരുന്നു. നോർമലി എംബ്രിയോ 5 തൊട്ട് 6 വീക്സ് ഒക്കെ ആകുമ്പോൾ വിസിബിൾ ആകും. ആദ്യമൊക്കെ എംബ്രിയോ യോക്സാക്കുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഡയമണ്ട് റിങ്ങിന്റെ ഫോമിലാണ് കാണപ്പെടുന്നത്. അത് മാത്രമല്ല ഒരുപാട് ചെറുതുമായിരിക്കും. എംബ്രിയോയുടെ സൈസ് 1 to 2 മില്ലിമീറ്റർ ഒക്കെ ആകുമ്പോൾ അതിൽ ഹേർട്ട് ബീറ്റ് കാണാൻ സ്റ്റാർട്ട് ആകും. കൂടുതലും കേസസിൽ 4 തൊട്ട് 5 മില്ലിമീറ്റർ എംബ്രിയോ ആകുമ്പോൾ എന്തായാലും ഹേർട്ട് ബീറ്റ് വന്നിട്ടുണ്ടാകും. 6 വീക്സ് ആകുമ്പോൾ ഈ 3 കാര്യവും, അതായത് ജസ്റ്റേഷണൽ സാക്ക്, യോഗ് സാക്ക്, എംബ്രിയോ, അതിൽ ഹേർട്ട് ബീറ്റും, ഈ 3 കാര്യവും കാണപ്പെടും. അതുകൊണ്ടാണ് നോർമലി IVFൽ പ്രഗ്നൻസി ടെസ്റ്റ് പോസിറ്റീവ് വന്നു കഴിഞ്ഞിട്ട് 2 ആഴ്ചയ്ക്ക് ശേഷം, അതായത് 5 തൊട്ട് 6 വീക്സിന്റെ ഇടയ്ക്ക് സ്കാനിങ് ഷെഡ്യൂൾ ചെയ്യുന്നത്. ചില കേസസിൽ ഈ സ്കാൻ ഏർലി ഷെഡ്യൂൾ ചെയ്യും. 3 സിറ്റുവേഷൻസിൽ എളുപ്പം സ്കാൻ ചെയ്യും. ഏതൊക്കെയാണ് ആ 3 സിറ്റുവേഷൻ എന്ന് നമുക്ക് നോക്കാം. സിവിയർ ആയിട്ടുള്ള വയറുവേദന സ്ത്രീകൾക്ക് ഉണ്ടാവുകയാണെങ്കിൽ സ്കാൻ എളുപ്പം ഷെഡ്യൂൾ ചെയ്യും. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നോർമലി IVFൽ ഒന്നിൽ കൂടുതൽ എംബ്രിയോസ് ട്രാൻസ്ഫർ ചെയ്യുമെന്ന്. ചിലപ്പോഴൊക്കെ ഒരുപാട് റെയർ സിറ്റുവേഷൻസിൽ ഒരു എംബ്രിയോ യൂട്രസിന്റെ അകത്ത് ഇംപ്ലാന്റ് ആകുമ്പോൾ മറ്റേ എംബ്രിയോ ട്യൂബിൽ ഇംപ്ലാന്റ് ആകും. ഈ ഒരു കണ്ടീഷനെ ഹെട്രോട്രോപിക് പ്രഗ്നൻസി എന്നാണ് പറയുന്നത്. ഒരു പക്ഷേ പ്രഗ്നൻസി ടെസ്റ്റ് പോസിറ്റീവ് വന്നതിന് ശേഷം ഒരുപാട് വയറുവേദന നിങ്ങൾക്കുണ്ടാവുന്നുണ്ടെങ്കിൽ അപ്പോൾ ഹെട്രോട്രോപിക് പ്രഗ്നൻസി, അതായത് ട്യൂബൽ പ്രഗ്നൻസിയും യൂട്രസിന്റെ ഉള്ളിലെ പ്രഗ്നൻസിയും ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏർലി സ്കാൻ ചെയ്തു നോക്കും. നെക്സ്റ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത് സെക്കൻഡ് ഡെലിവറി ആണ്. നേരത്തെയുള്ള ഡെലിവറി സിസേറിയൻ സെക്ഷൻ ചെയ്തവരാണ് എങ്കിൽ ഒരു റെയർ കണ്ടീഷനാണ് സിസേറിയൻ സെക്ഷൻ സ്കാർ പ്രഗ്നൻസി, അതായത് സിസേറിയൻ ചെയ്ത ഏരിയയിൽ പ്രഗ്നൻസി ഇംപ്ലാന്റ് ആകുന്ന കണ്ടീഷൻ. അപ്പോൾ നേരത്തെ സിസേറിയൻ ഡെലിവറി ആയ ആളുകൾക്ക് അങ്ങനത്തെ കേസസിലും 5 വീക്സിൽ, അതായത് പ്രഗ്നൻസി ടെസ്റ്റ് പോസിറ്റീവ് വന്നു കഴിഞ്ഞ് ഒരാഴ്ചയ്ക്ക് ശേഷം സോനോഗ്രഫി അഡ്വൈസ് ചെയ്യും. മൂന്നാമത്തെ കണ്ടീഷനാണ് ഫെലോപ്പിയൻ ട്യൂബിൽ പാർഷ്യൽ ബ്ലോക്ക് ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ നേരത്തെ TB ഉണ്ടായിട്ടുണ്ടെങ്കിലോ അങ്ങനത്തെ കേസസിലും ട്യൂബൽ പ്രഗ്നൻസി ആണോ അല്ലയോ എന്ന് നോക്കി റൂൾ ഔട്ട് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. സാധാരണയായി എല്ലാവരും ചിന്തിക്കുന്നത് IVFൽ എംബ്രിയോ ഡയറക്റ്റ്ലി അല്ലേ നിക്ഷേപിക്കുന്നത്, അപ്പോൾ IVFൽ ട്യൂബൽ പ്രഗ്നൻസി ആകാൻ ചാൻസ് ഇല്ലല്ലോ എന്നാണ്. പക്ഷേ അങ്ങനെയല്ല, IVFലും ട്യൂബൽ പ്രഗ്നൻസി ആകാനുള്ള ചാൻസ് ഉണ്ട്. കാരണം ട്യൂബ്സ് ചിലപ്പോഴൊക്കെ എംബ്രിയോസിനെ അങ്ങോട്ട് വലിക്കും. അപ്പോൾ IVFലും 2% പ്രഗ്നൻസി എക്ടോപിക് പ്രഗ്നൻസി ആകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് അറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു കാര്യത്തിനെ ബേസ് ചെയ്ത് ഡീറ്റെയിൽഡ് ആയിട്ട് ഡെഡിക്കേറ്റഡ്
വീഡിയോ ചാനലിൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാൻ ആഗ്രഹമുള്ളവർക്ക് വേണ്ടിയിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഐ ബട്ടണിലും ലിങ്ക് കൊടുക്കാം. നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ ഡോക്ടർക്ക് ക്ലിനിക്കലി ഇങ്ങനെ ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ, അതായത് ഈ ഒരു പ്രഗ്നൻസി ട്യൂബിൽ ആയിരിക്കാൻ ചാൻസ് ഉണ്ട്, ബീറ്റ HCG വാല്യൂ നോർമലി കൂടേണ്ട പോലെ കൂടുന്നില്ല എങ്കിൽ അപ്പോൾ ഏർലി സ്കാൻ, അതായത് 4 to 5 വീക്സിലും സ്കാൻ ചെയ്ത് നോക്കും. നെക്സ്റ്റ്, ഇനിയും നിങ്ങളുടെ മനസ്സിൽ വരുന്ന ഒരു ഡൗട്ട് ആയിരിക്കും, ആദ്യത്തെ സോനോഗ്രഫിയിൽ പ്രഗ്നൻസി നോർമൽ ആയിട്ട് കാണപ്പെട്ടാൽ ഇനിയും എപ്പോഴാണ് നെക്സ്റ്റ് സോനോഗ്രഫി ചെയ്യേണ്ടതെന്ന്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ടൈം ലൈൻ ഉണ്ട്. ഡേ 0-ലാണ് നിങ്ങളുടെ ബീറ്റ HCG ടെസ്റ്റ് ചെയ്തതെങ്കിൽ അതിന് 2 ആഴ്ചയ്ക്ക് ശേഷം നിങ്ങളുടെ സോനോഗ്രഫി ചെയ്തു നോക്കും. സോനോഗ്രഫിയിൽ ഒരുപക്ഷെ എല്ലാം നോർമൽ ആണ്, അപ്പോൾ നെക്സ്റ്റ് സോനോഗ്രഫി നോർമലി 2 to 3 ആഴ്ചയ്ക്ക് ശേഷം ചെയ്തു നോക്കും. നോർമലി കൺസീവ് ആയ പ്രഗ്നൻസിയിൽ നെക്സ്റ്റ് സ്കാൻ 12 വീക്സിലാണ് ഡയറക്റ്റ് ചെയ്യുന്നത്. പക്ഷേ IVFന്റെ കേസിൽ ജനറലി 8 വീക്സിൽ ഒരു സോനോഗ്രഫിയുടെ ചെയ്തു നോക്കും. ഈ എല്ലാ സോനോഗ്രഫിയും ട്രാൻസ് വജൈനൽ, അതായത് ഇന്റേണൽ ആയിരിക്കും ചെയ്യുന്നത്. ട്രാൻസ് അബ്ഡോമിനൽ സോനോഗ്രഫിയും ചെയ്യാൻ സാധിക്കും, പക്ഷേ അതിൽ ഇത്രയും നല്ല റെസൊല്യൂഷൻ, ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് കിട്ടില്ല. ചില ആളുകൾക്ക് ഒരു പേടി കാണും, ഈ ഇന്റേണൽ സോനോഗ്രഫി ചെയ്യുമ്പോൾ പ്രഗ്നൻസി ഡാമേജ് ആകുമോ എന്ന്, പ്രഗ്നൻസിയിൽ അത് കാരണം കൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുമോ എന്നൊക്കെ. അപ്പോൾ ഈ സോനോഗ്രഫി വജൈനലി ആണ് ചെയ്യുന്നത്. പ്രഗ്നൻസി നിങ്ങളുടെ യൂട്രസിന്റെ അകത്താണ്, നിങ്ങളുടെ പ്രഗ്നൻസി സെക്യൂർ ആയിട്ടാണ് ഇരിക്കുന്നത്. ഇന്റേണൽ സോനോഗ്രഫി ചെയ്യുന്നത് കൊണ്ട് പ്രഗ്നൻസിയുടെ ഗ്രോത്തിൽ, അതിന്റെ ഹെൽത്തിൽ ഒരു നെഗറ്റീവ് എഫക്റ്റും ഉണ്ടാകും. മറിച്ച് ഒരുപാട് ഇൻഫർമേഷൻസും കിട്ടും. അതുകൊണ്ട് തന്നെ ഈ പ്രഗ്നൻസി പ്രോപ്പർലി കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രോപ്പർലി ഒരു മാനേജ്മെന്റ് ട്രീറ്റ്മെന്റ് ചെയ്യാൻ ഈ സോനോഗ്രഫി കൊണ്ട് സാധിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ ഒരു വീഡിയോ റിലേറ്റഡോ വേറെ ഏതെങ്കിലും ഒരു ടോപ്പിക് റിലേറ്റഡോ ഇനിയും നിങ്ങളിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ടോ മറ്റ് കൺഫ്യൂഷൻസോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കമന്റ് ചെയ്ത് ചോദിക്കാം.